ഓക്കെ ഗായ്സ്, ഇവിടെ ഇപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും രാവിലെ തന്നെ എന്തായാലും എണീറ്റിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും കുറച്ച് ദിവസം മുമ്പ് എന്തായാലും ഒരു വീഡിയോകളൊക്കെ ഞങ്ങളുടെ ചാനലുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡർ വെച്ചിട്ടുള്ളൊരു വീഡിയോ. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോകളൊക്കെ നമ്മളെന്തായാലും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും നിങ്ങൾ പോയി കാണുക. ഒരു വലിയൊരു കണ്ടെയ്നർ വെച്ചിട്ടുള്ളൊരു വലിയൊരു റാം പോലത്തെ ഒരു സംഭവമാണ് നമ്മളെന്തായാലും ചെയ്തത്. പക്ഷെ അത് ഫുള്ളായിട്ട് ഫ്ലോപ്പ് ആയിപ്പോയി. നമ്മുടെ വണ്ടിങ്ങളൊക്കെ സൈഡിൽ സ്റ്റക്കായിപ്പോയി. ഓക്കെ, നമുക്ക് പിന്നെ 10 ഇത് ചെയ്യാൻ പറ്റണ കളിക്കാൻ പറ്റണ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെയായിട്ട് നമുക്ക് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഓക്കെ, നമുക്കാണെങ്കിൽ നമ്മുടെ വണ്ടി എവിടെയെങ്കിലും സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ കൂടെ ഉള്ളവരുടെ വണ്ടി എടുത്ത് കളിക്കാനായിട്ട് പറ്റും. അപ്പോൾ നേരത്തെ ഒരാൾ വന്ന് ഡിസ്ക്വാളിഫൈഡ് ആയിപ്പോയി. ആ ഒരു പുള്ളിക്കാരൻ്റെ വണ്ടി എടുത്തുകൊണ്ടാണ് കളിച്ചത്. പക്ഷെ അതും അവിടെ സ്റ്റക്കായിപ്പോയി. എന്നിട്ട് നമ്മൾ ആ 2 വണ്ടി അവിടെ സ്റ്റക്കായി പോയതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ലെജൻഡറിൽ ഞങ്ങൾക്ക് റോക്കറ്റ് ലോഞ്ചർ വെച്ച് എന്തായാലും മേടിച്ചു. പക്ഷേ 2 വണ്ടി പൊട്ടിത്തെറിച്ചു. അങ്ങനെ നമ്മളെന്തായാലും ഡിസ്ക്വാളിഫൈഡ് ആയിപ്പോയി. പക്ഷേ എന്തായാലും എനിക്ക് ആ ഒരു ഗോൾഡൻ സൂപ്പറിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആ സമയത്ത് ഞാൻ ആരും അറിയാതെ ആ വണ്ടിങ്ങളൊക്കെ എന്തായാലും നൈസായിട്ട് അവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്നു. ഓക്കെ, അതാണ് നമ്മളെന്തായാലും അവസാനമായിട്ട് ചെയ്ത വീഡിയോകളൊക്കെ. അപ്പം ആ ഒരു സൂപ്പറിങ്ങളൊക്കെ എനിക്ക് കിടക്കണം. ഓക്കെ, ആ വണ്ടിയെ ശരിയാക്കി മൊത്തം ഒന്നും കൂടെ ഒന്ന് കിടിലനായിട്ട് ആ ഒരു ഗോൾഡ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഇപ്പോൾ ഞാൻ കുറേ പുതിയ വണ്ടി വാങ്ങിച്ചു. ടെർസോ വാങ്ങിച്ച്, പിന്നെ പുതിയ എൻഡവർ വാങ്ങിച്ച്, മസ്താങ് വാങ്ങിച്ചൊക്കെ. ഈ ഒരു ഇത്രയും വണ്ടിയിലാണ് വാങ്ങിച്ചത്. ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. കിട്ടിയതല്ല, നമ്മൾ മോട്ടിച്ചാണ്. നമുക്ക് കിട്ടുമായിരുന്നു, പക്ഷേ ഭയങ്കര പാടാണ് ആ റേസ് കളിക്കാനായിട്ട്. അതുകൊണ്ട് ഇന്ന് എന്തായാലും ഇന്ത്യയിൽ ഞങ്ങൾക്കൊരു അടിപൊളി റേസുകളൊക്കെ നടക്കുകയാണ്. എനിക്ക് അല്ലാതെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടുകളൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ റേസിന് ഞാൻ എടുക്കാൻ പോണ വണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ന്യൂ ആയിട്ടുള്ള എൻഡവറുകളൊക്കെയാണ്. ഓക്കെ, ഇതൊരു നല്ല വണ്ടിയാണ്. ആ റേസ് സിമ്പിളാണ്. ഓക്കെ, ഞാൻ മുമ്പേ ഒരിക്കൽ പോയിട്ടുണ്ട്. ഓക്കെ, 1,00,000 എന്തോ ഒരു ഇതാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്തായാലും 1,00,000 കിട്ടി. പക്ഷേ ഈ റേസിന് അവരൊരു കാറാണ് സ്പോൺസർ ചെയ്തേക്കണം. ഓക്കെ, ഈ റേസിന് നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മളതിലുള്ള പോലത്തെ സെയിം ലെംബോർഗിനി ടെർസോയുങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ് കേസ്. അതാണ് റേസും കാര്യങ്ങളൊക്കെ. അപ്പോൾ വേറെ ലെവലായിട്ടുള്ള ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഗോൾഡൻ ടെർസോയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വേറെ ലെവലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് എന്തായാലും പോവാം കേസ്. ഓക്കെ, അപ്പം പൊളിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു എൻഡവറും കൊണ്ട് നേരെ എന്തായാലും അങ്ങോട്ട്. ഓക്കെ, എൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് കറക്റ്റായിട്ട് ഇറങ്ങണം. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഓക്കെ, നേരെ എന്തോ പോകണം തോന്നുന്നു. അങ്ങോട്ട് നോക്കി നോക്കാം. ഓക്കെ, ആ ഒരു സാധനം കണ്ടാൽ എനിക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ എന്തായാലും അങ്ങോട്ട് എന്തായാലും പോവാം. ഓക്കെ, ഓക്കെ, അപ്പം എന്തായാലും നമുക്കെന്തായാലും നേരെ എന്തായാലും അങ്ങോട്ട് പോവാം. ഓക്കെ, ഓക്കെ, അപ്പം നമുക്കെന്തായാലും ഇതും കൊണ്ട് എന്തായാലും നേരെ എന്തായാലും പോവാം ഗൈസ്. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു റാമ്പും കാര്യങ്ങളും. ഓക്കെ, അപ്പം നമുക്കെന്തായാലും നേരെ എന്തായാലും അങ്ങോട്ട് എന്തായാലും പോവാം ഗൈസ്. ഓക്കെ, ഇപ്പം എന്തായാലും വേറെ ലെവലും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും വണ്ടിയും കൊണ്ട് എന്തായാലും പോവാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ എനിക്ക് എന്തായാലും വേറെ വണ്ടികളൊന്നും കാണാമല്ലോ. ഓക്കെ ഗൈസ്, അവിടെ എന്തായാലും 3 വണ്ടികളൊക്കെ കിടപ്പുണ്ട്. ഓക്കെ, ഓക്കെ ഗൈസ്, അതാണ് ഗൈസ് നമുക്ക് കിട്ടാൻ വേണ വണ്ടി. ഓക്കെ, ആ കിടക്കണ ഗോൾഡൻ ടെർസോ ആണ് ഗൈസ് നമുക്ക് കിട്ടാനായിട്ട് വേണ വണ്ടി. ഓക്കെ, ഓക്കെ, എങ്ങനെയെങ്കിലും റേസ് കളിച്ചേ പറ്റും. ഓക്കെ, നമുക്കെന്തായാലും നോക്കാം. എൻ്റെ മോനെ വേറെ ലെവലായിട്ടുള്ളൊരു വണ്ടികളൊക്കെയാണ് കേട്ടോ ഈ ടെർസോയും കാര്യങ്ങളൊക്കെ. ഒടുക്കത്തെ ലുക്കാണ്. നമ്മളതിലുണ്ട് ഈ സെയിം വണ്ടിയാണ് നമ്മളതിലുള്ള ഒരു യെല്ലോ കളർ. ഓക്കെ, പക്ഷേ ഇത് ഫുൾ പ്യുവർ ഗോൾഡാണ്. ഓക്കെ ഗൈസ്, ഇവിടെ വേറൊരു GTR-ഉം ഒരു സൂപ്പറും കിടപ്പുണ്ട്. ഇത് നേരത്തെ തോറ്റര കാറാണ്. ഓക്കെ, നമുക്ക് ഇതൊന്നും കിട്ടത്തില്ല, ഇതേ കിട്ടത്തുള്ളൂ. ഈ വണ്ടിയാണ് നമുക്ക് കിട്ടാനായിട്ട് പോണത്. ഓക്കെ, ഈ റേസിന് ജയിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ഗോൾഡൻ എഡിഷനായിട്ടുള്ള ഒറ്റ ഒരെണ്ണേ വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും പോയി നമ്മുടെ പേരും വണ്ടിയുടെ പേരെല്ലാം ഫുള്ളായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് എന്തായാലും വരാം. ഓക്കെ, ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫുള്ളായിട്ട് രജിസ്റ്റർ ചെയ്തു. ഓക്കെ, ഈ റേസ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഏറ്റവും മണ്ടയ്ക്ക് പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് താഴോട്ടും കൂടെ ഇറങ്ങിയാലേ നമുക്കെന്തായാലും വണ്ടി കിട്ടത്തില്ല. അതേപോലെ തന്നെ ഇതിലാണെങ്കിൽ ഒരിക്കൽ വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്തായാലും തിരിച്ച് കളിക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനത്തെ സംഭവം കൂടെ ഉണ്ട്. ഓക്കെ, ഇവരെല്ലാവരും തോറ്റവരെ കാറാണ് ഈ കിടക്കുന്നത്. ഓക്കെ, ടെർസോ കിട്ടണ കാറാണ്. ഓക്കെ, ജയിച്ചു കഴിഞ്ഞു. ഓക്കെ, ആ കാറും കിട്ടും. പിന്നെ അതല്ലാതെ തന്നെ നമുക്ക് 50 ലക്ഷം കൂടെ കിട്ടും കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടു. ഈ കാറും കിട്ടും, പിന്നെ അതല്ലാതെ നമുക്ക് 50 ലക്ഷം കൂടെ കിട്ടും ഗൈസ്. ഓക്കെ, അപ്പോൾ നല്ല കാര്യമാണ്. 50 ലക്ഷം വെച്ചാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം. ഓക്കെ, ഓക്കെ, നമുക്ക് ഇപ്പോൾ അതൊക്കെ പോകും. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ഫോർച്യൂണർ പോയതുകൊണ്ടാണ് ഞാൻ നല്ലൊരു SUV എടുത്തത്. ഓക്കെ, ഇത് നല്ലൊരു കാറാണ്. ഈ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അവർ. ഓക്കെ, നമുക്ക് ഈ വണ്ടി ഡാമേജ് വരുത്താതെ പോവാം. ഓക്കെ,
ഇത് സിമ്പിൾ സംഭവമാണ്. ഇവരെന്താണ് പിന്നെ തോറ്റേന്നാണ് എനിക്ക് അറിഞ്ഞത്. അതൊക്കെ നല്ല സൂപ്പറായിട്ടാണ് കയറി പോകാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഓ ഓ അയ്യോ, ഇതേപോലത്തെ സംഭവങ്ങളാണ് മോനെ വിഷയം. ബ്രേക്ക് ഇടണം കേട്ടാ, അല്ലെങ്കിൽ പണി പോലെ. ഞാൻ വിചാരിച്ച് ബ്രേക്ക് ഇടാതെ തന്നെ കയറി പോകും. ഓക്കെ, പതുക്കെ പതുക്കെ ബ്രേക്ക് ഇട്ടിട്ടിട്ടിട്ട് കയറി പോകും. പതുക്കെ ടാസ്ക് പിടിച്ച സംഭവമാണ്. വീണ് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം തീരുമാനമാവുകയും ചെയ്യും, വണ്ടിയും പോകും. പതുക്കെ റിവേഴ്സ് എടുത്ത് മണ്ടൊക്കെ ആയിട്ട്. ഓക്കെ, ഇച്ചിരി പാടാണ്, തിരിച്ചിറങ്ങാനും പാടാണ് വെച്ചാൽ വണ്ടി ഇറക്കാനൊക്കെ ഭയങ്കര പാടല്ലേ. ഓക്കെ, പിന്നെ മറ്റാര് കാറുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രശ്നം വെച്ചാൽ വണ്ടികൾക്കൊക്കെ ഗ്രൗണ്ട് ക്ലിയറൻസുകളൊക്കെ അത്യാവശ്യം ഉണ്ട്, പക്ഷേ എന്നാലും കുറവാണ് കേസ്. ഓക്കെ, ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് എന്നാലും കുറവൊക്കെ കാണും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ വണ്ടി എടുക്കുമ്പോൾ അടിയൊക്കെ ഇടിക്കും. അങ്ങനെ വണ്ടി എന്നാലും പോയി. ഇപ്പോൾ ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി നല്ല രീതിക്ക് തട്ടുന്നുണ്ടല്ലോ അതിനൊക്കെ. അപ്പം ഇതേപോലത്തെ ഏതെങ്കിലുമൊക്കെ റേസ് കളിക്കണമെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുള്ള കാറുകളൊക്കെയാണ് കൊണ്ടുവരേണ്ടത്. ഇവർ സ്പോർട്സ് കാറാണ് കൊണ്ടുവന്നൊക്കെ. നമുക്കിത് സുഖമായിട്ട് ജയിക്കാൻ പറ്റും വെച്ചാൽ നമ്മളേലിരിക്കണ ഒരു അടിപൊളി SUV ആണൊക്കെ. ഇതിന് പിന്നെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലാണ്, അതുകൊണ്ട് ഈസി ആയിട്ട് കയറാം. ഓക്കെ, പക്ഷേ നമ്മൾ ഈ ടയറൊക്കെ തിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തട്ടുന്നുണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല. ഓക്കെ, വണ്ടി വളയ്ക്കാനൊക്കെ ഭയങ്കര പാടാണ് ഇവിടെ വെച്ചൊക്കെ. ഒന്ന് പോയി കഴിഞ്ഞാൽ തീർന്നു. ഓക്കെ, ഈ റേസിനായിട്ട് നമ്മൾ 2 ലക്ഷം രൂപയാണ് കേസ് എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് എന്തായാലും കൊടുത്തത്. ഓക്കെ, നമുക്ക് കിട്ടാൻ പോണത് നല്ല വിലയുള്ള കാറും പിന്നെ 50 ലക്ഷം. ഓക്കെ, പക്ഷെ നമ്മൾ ജയിച്ചാലും കിട്ടത്തുള്ളൂ. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും ഇപ്പോൾ. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നല്ല ആഗ്രഹിച്ചാണ് നമ്മൾ അത്രയും പൈസ കൊടുത്ത് നമ്മൾ ജയിക്കാൻ നോക്കി, പക്ഷേ അത് ജയിച്ചില്ല. പക്ഷെ കുഴപ്പമില്ല, നമ്മളെന്തായാലും അപ്പോൾ അവിടെ തന്നെ അവർ വണ്ടിങ്ങളൊക്കെ അടിച്ചു പറ്റില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, മാൻ കയറിപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, നല്ല രസമുണ്ട് ഇവിടെയൊക്കെ നോക്കാനായിട്ട്. കണ്ട എൻ്റെ മോനെ വിഷയം. വണ്ടി പതുക്കെ എന്തായാലും കയറ്റി പോകാം. ഏകദേശം നമ്മൾ എത്താറായി തോന്നണം. ഇറങ്ങണമെന്ന് നോക്കാം, അത് കുറേ നേരം ആയല്ലോ. അയ്യോ, വണ്ടി റിവേഴ്സ് നേരെ മുകളിൽ കയറിപ്പോൾ. ഓക്കെ, പിന്നെ നമ്മുടെ ലെജൻഡറുകളൊക്കെ എന്തായാലും പൊട്ടിത്തെറിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വണ്ടികളൊക്കെ വാങ്ങിച്ചല്ലേ. നമ്മളെന്തായാലും ഇപ്പോൾ ലെജൻഡർ വെച്ചായിരിക്കും നമ്മൾ കളിക്കണൊക്കെ. അപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയായിരുന്നു എനിക്ക്. ഓക്കെ, കുഴപ്പമില്ല, നമ്മളെന്തായാലും പിന്നെ എപ്പോഴെങ്കിലും ലെജൻഡറുകളൊക്കെ വാങ്ങുന്നതാണ്. ഓക്കെ, പക്ഷെ ഇത് നല്ല വണ്ടിയാണ്. ഓക്കെ, നല്ല രസമുണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെ വളവൊക്കെ നല്ല സൂപ്പറായിട്ട് പോകും. ഓക്കെ, വണ്ടി എന്തായാലും ഒന്ന് ഇങ്ങനെ വളച്ചെടുക്കുക. ഓക്കെ, ഇച്ചിരി ടാസ്ക്കാണ് ഇത് എടുത്തുകൊണ്ട് പോകാനായിട്ടൊക്കെ. വളയ്ക്കാനൊക്കെ ഭയങ്കര ടാസ്ക്കാണ്. കണ്ട ടോമ്പോ വണ്ടി ഒന്ന് പോയി കഴിഞ്ഞാൽ വീണോക്കെ. എന്നെ വണ്ടിയുടെ ഡോറും ഡിക്കിയും ബോണറ്റും എല്ലാം ചപ്പി ഒരു പരുവാകും, അതുമെല്ലാം എല്ലാം പൊളിഞ്ഞങ്ങ് പോകും, വണ്ടി ഒരു പരുവായി പോകും. ഓക്കെ, അത് മാത്രമല്ല നമ്മുടെ 2 ലക്ഷം രൂപ വെറുതെ ആവും. എങ്ങനെയെങ്കിലും നമുക്ക് മാക്സിമം ഈ റേസിൽ ജയിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഫൈനലി നമ്മളിങ്ങനെ മുകളിലെത്തി. പക്ഷേ അവിടെ ഒരു റാമ്പ് ഉണ്ട്, ആ റാമ്പ് ചാടി കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയും കിട്ടില്ല, ഒന്നും കിട്ടില്ല. നമ്മളിപ്പോൾ വന്നതുപോലെ തന്നെ തിരിച്ചെന്തായാലും ഇറങ്ങണം. ഓക്കെ, അതാണ് ഈ റേസിൻ്റെ റൂൾസ്. ഓക്കെ, നമ്മളിപ്പോൾ വന്നില്ല, അതേപോലെ നമ്മൾ പതുക്കെ ആ വഴി കൂടെ തന്നെ തിരിച്ചു പോകണം. ഓക്കെ, നമുക്കെന്തായാലും വണ്ടി എടുത്തുകൊണ്ട് തിരിച്ചു. ഓക്കെ, നമുക്കെന്തായാലും പതുക്കെ എന്തായാലും വണ്ടി എന്തായാലും ഇങ്ങനെ എന്തായാലും എടുക്കാം. ഓക്കെ, പതുക്കെ പതുക്കെ പതുക്കെ. ഓക്കെ, നമുക്കെന്തായാലും പതുക്കെ എന്തായാലും വണ്ടി എടുത്തുകൊണ്ട് നല്ല രസമുണ്ടായിട്ട് ഇവിടെ നിന്ന് കാണാനായിട്ടൊക്കെ. വണ്ടി ഇപ്പോൾ ബ്രേക്കിലാണ് നിൽക്കണം. ഓക്കെ, വണ്ടി പതുക്കെ എന്തായാലും ഇങ്ങനെ വളച്ചെടുത്തുകൊണ്ട് പോകാം. ഓക്കെ, ഇവിടെ നിന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ വണ്ടി കിട്ടില്ല, ഒന്നും കിട്ടില്ല, നമ്മുടെ 2 ലക്ഷം രൂപ വെറുതെ. ഓക്കെ, ഇത്രയും വില എന്തെന്ന് വെച്ചാൽ ഇത്രയും റെയറായിട്ടുള്ളൊരു കാറും കൊടുക്കണം, പിന്നെ 50 ലക്ഷവും കൊടുക്കണം. അതുകൊണ്ടാണ് ഇത്രയും ഭയങ്കരമായിട്ടുള്ള എമൗണ്ടുകളൊക്കെ അവർ വെച്ചത്. ഓക്കെ, ഓക്കെ, നമുക്കെന്തായാലും വണ്ടി തിരിച്ചെടുക്കാം. ഓക്കെ, എന്നിട്ട് നേരെ താഴെ പോകും. ഓക്കെ, പാടാണ് കേട്ടോ വണ്ടി വളച്ചെടുക്കാനായിട്ടൊക്കെ. ഉണ്ടോ വീട് കഴിഞ്ഞാൽ തീർന്നു, ഭയങ്കര പാടാണ് സംഭവം ചെയ്യാൻ. ഓക്കെ, കറക്റ്റായിട്ട് തിരിഞ്ഞില്ലെങ്കിലും പണിയാണ്, തിരിഞ്ഞാലും പണിയാണ്. കണ്ടോ, ഈ വണ്ടിക്ക് ഇപ്പോൾ ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടായിട്ടുള്ള നല്ല രീതിയിൽ അടി ഇടിക്കുന്നുണ്ട്. ഓക്കെ, മിക്കവാറും ഈ റേസ് കഴിഞ്ഞുകൊണ്ടിരുന്നാണ്ട് വണ്ടി ശരിയാക്കേണ്ടി വരും തോന്നുന്നു. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് 50 ലക്ഷം രൂപ കിട്ടുമല്ലോ. ഓക്കെ, അല്ലെങ്കിലും എൻ്റെ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്. ഓക്കെ, പേടിക്കേണ്ട ആവശ്യമില്ല. 2 ലക്ഷമല്ലേ പോയി, അതിന് പകരമായിട്ട് ഗോൾഡൻ ടെർസയും കിട്ടും, ഇതും കിട്ടും. ഓക്കെ,
പിന്നെ ഞാൻ ഒരു ടെൻസോ കിട്ടുമ്പോൾ ആ വണ്ടി വിൽക്കുകയോ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാത്തൊന്നും തന്നെ ഇല്ല. ഓക്കെ, ഞാൻ ഒരു വണ്ടി എന്തായാലും എൻ്റെ കാർ കളക്ഷനിൽ വയ്ക്കും. ഓക്കെ, 50 ലക്ഷം വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഓക്കെ, എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലാണ് ആലോചിക്കാൻ. ഓക്കെ, അതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും പതുക്കെ എന്തായാലും കൊണ്ടുപോയിട്ട് വളയ്ക്കാനൊക്കെ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. വണ്ടി നേരെ വളയുന്നില്ല. ഓക്കെ, അതേപോലെ നല്ല രീതിക്ക് തട്ടുന്നുണ്ട് വണ്ടിയൊക്കെ. വണ്ടി ഇവിടെ വെച്ച് ഇങ്ങനെ നമുക്ക് വിളച്ചെടുക്കുക. ഇത് ഏകദേശം തീരാറായെന്ന് തോന്നുന്നു. റേസിന് ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ടെർസയാണ്. ഓക്കെ, അതുകൊണ്ട് സൂക്ഷിച്ച് കളിക്കുക. നമ്മളിൽ വണ്ടിയുണ്ട്, പക്ഷെ എന്നാലും ഗോൾഡൻ ആണ് ഈസൊക്കെ. അതുകൊണ്ടാണ് എനിക്ക് വണ്ടി നല്ല രീതിക്ക് ഇഷ്ടമാണ്. ടെർസോ ഒരു കോൺസെപ്റ്റ് മോഡലല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഓക്കെ. ഈ ഇന്ത്യയിൽ ആകെയുള്ള 2 പീസാണ്. ഓക്കെ, ബാക്കിയൊക്കെ വേറെ ഏതോ രാജ്യത്താണ്. ഓക്കെ, അതിലൊന്ന് നമ്മളതിലുണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വരുത്തിയാണ്. ഓക്കെ, പക്ഷേ ഇവർ നേരെ വേറെ ഏതോ രാജ്യത്തു നിന്ന് ഇന്ത്യയിലോട്ട് ഷിപ്പിൽ കയറ്റി ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഓക്കെ, നമ്മുടെ മറ്റേ കാർഗോ ഷിപ്പില്ല. അയ്യോ പണിപാളിയോ. അയ്യോ അയ്യോ, ഓ ഓ ഓ പോലെ പോലെ. എൻ്റെ പൊന്നെ, ഇത് ഭയങ്കര പാടാണ് കേട്ടാ. ഇപ്പം പോയേനെ ഭാഗ്യം. ഞാൻ ടെർസോയും പോവായിരുന്നു, 50 ലക്ഷം പോവും. മാത്രമല്ല എൻ്റെ 2 ലക്ഷവും പോവും. അയ്യോ, ഓക്കെ, ഭയങ്കര പാടാണ് കേട്ടോ. നമ്മൾ വിചാരിക്കണമല്ലേ. ഞാൻ കണ്ടപ്പോൾ വിചാരിച്ച നല്ല എളുപ്പമാണ്, പക്ഷേ ഭയങ്കര പാടാണ് സാധനം വളയ്ക്കാൻ. വണ്ടി ബ്രേക്കും കിട്ടില്ല വെച്ചാൽ സ്ലോ പോലത്തെ സംഭവമില്ല. അതുപോലെ അടി ഇടിക്കുന്നുണ്ട് നല്ല രീതി. നല്ല രീതിക്ക് വണ്ടിയുടെ അടി ഇടിക്കുന്നുണ്ട്. ഇനി ശരിയാകണം. ബാക്കൊക്കെ എടുത്ത് പോകണം. ഞാൻ ബാക്കൊന്നും എടുക്കാതെ പോകണം, അതുകൊണ്ടാണ് കറക്റ്റ് എടുത്തിരിക്കാത്തത്. ഇനി ശ്രദ്ധിച്ചു പോകണം. ഓക്കെ, വീണ് കഴിഞ്ഞാൽ വൻ നഷ്ടമാണ് നമുക്ക്. വെച്ചാൽ നമ്മുടെ 2 ലക്ഷം രൂപയും പോവും, ടെർസോയും പോവും, പിന്നെ 50 ലക്ഷവും പോവും. ഓക്കെ, 2 ലക്ഷം രൂപ പോട്ടെന്ന് വയ്ക്കാം. 50 ലക്ഷം ടെർസോ. അത് മാത്രമല്ല വണ്ടിയും ശരിയാക്കേണ്ടി വരും. ഒന്ന് വീണാൽ മതി വണ്ടിയുടെ കാര്യം തീരുമാനം. ഇവിടെ ചെറുതായിട്ട് തട്ടുമ്പോൾ തന്നെ വണ്ടിയുടെ കാര്യം തീരുമാനമാണ്. അപ്പോഴാണ് ഇത്രയും വലിയ ഉയ്യോ പോലെ പോലെ വണ്ടി ചേർന്നോണം കേട്ടോ. ഇനി വണ്ടിയുടെ ബ്രേക്ക് നല്ല കിടിലം ബ്രേക്ക് ആയതുകൊണ്ട് കൊള്ളാം. ഈ വണ്ടിയുടെ ഫ്രണ്ട് പിന്നെ പൊങ്ങിയാണ് നിൽക്കുന്നത്. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ തന്നെ ഞാൻ ചെയ്തെടുത്താണ്. അയ്യോ വണ്ടി ബ്രേക്ക് കൂടി. ഓക്കെ, അതെന്താണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ അപ്പം ഇതേപോലത്തെ വലിയ ഓഫ് റോഡൊക്കെ ചെയ്യുമ്പോൾ ഫ്രണ്ട് ഇടിക്കത്തില്ല. ഓക്കെ, ബാക്ക് പിന്നെ ഇടിച്ചാലും വലിയ പ്രശ്നമില്ല. ഓക്കെ, ഫ്രണ്ടാണല്ലോ കൂടുതൽ ഇടിക്കുന്നത്. ഓക്കെ, ബാക്ക് ചെറുതായിട്ടൊക്കെ അല്ലേ തട്ടത്തുള്ളൂ. ഓക്കെ, ടെർസോ നമുക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റണുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ ഫ്രണ്ടല്ലേ കൂടുതൽ തട്ടണം. ബാക്ക് തട്ടിയൊക്കെ ചെയ്യും, പക്ഷേ അത്രയ്ക്ക് തട്ടൂല. ഫ്രണ്ടിൽ നിന്നല്ല നമ്മൾ വണ്ടി ഓടിയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെയാണ് ഫസ്റ്റ് തട്ടണം. ഓക്കെ, ബാക്ക് വലിയ കുഴപ്പമില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഫ്രണ്ടിലത്തെ ടയർ പൊക്കിയിട്ട് ബമ്പർ അങ്ങനെ ചെയ്തത്. ഈ വണ്ടി സ്റ്റോക്കായിരുന്നു, ഞാൻ മോഡിഫൈ ചെയ്തെടുത്തതാണ്. ഓക്കെ, ഫൈനലി ഗൈസ് നമ്മളങ്ങനെ റേസ് കംപ്ലീറ്റ് ആക്കി നമ്മുടെ എൻഡേവർ വെച്ചോണ്ട്. ഓ മാൻ, ഒടുക്കത്തെ ലുക്കല്ലേ കാണാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും പോയിട്ട് 50 ലക്ഷവും ടെർസോ എടുത്തോണ്ട് നമുക്ക് നേരെ വീട്ടിൽ പോകാം. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് ഈ വണ്ടി എന്നാലും പിന്നെ വന്ന് എടുക്കാവുള്ളതാണ്. ഓക്കെ, വണ്ടിയുടെ കിടക്കട്ടെ. ഓക്കെ, വണ്ടി പിന്നെ വന്ന് എടുക്കാവുള്ളതാണ്. ഓക്കെ, നമുക്കപ്പോൾ 50 ലക്ഷം ടെർസോയും എല്ലാം കൊണ്ടെന്നാലും വാങ്ങിച്ചിട്ട് എന്തായാലും പോവാം. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ എന്തായാലും എൻ്റെ അക്കൗണ്ടിലുകളൊക്കെ എന്തായാലും 50 ലക്ഷങ്ങളൊക്കെ എന്തായാലും ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല എനിക്കാണ് ടെർസോയുടെ കീ കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോനെ ഫൈനലി നമ്മളങ്ങനെ ടെർസോയുടെ ഗോൾഡൻ എഡിഷൻ ഫൈനലി നമുക്കങ്ങനെ കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും എൻ്റെ അവർ പിന്നൊന്നുമല്ല എടുക്കാം. ഓക്കെ, അവിടെ കിടക്കട്ടെ. ഓക്കെ, അങ്ങനെ നമുക്കങ്ങനെ ഒരു കിടിലെ ഓക്കെ എന്തായാലും ഒരു കിടിലൻ കാറും കൂടെ എന്തായാലും ഗൈസ് നമുക്ക് എന്തായാലും കിട്ടിയിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതും കൊണ്ട് പോവാം. ഓക്കെ, അയ്യോ ഇരിക്കല്ലേ, ഗോൾഡനാണ്. പ്യുവർ ഗോൾഡൻ വെച്ചാൽ പക്ക പ്യുവർ ഗോൾഡാണ്. ഓക്കെ, ഈ ഗോൾഡിൻ്റെ കളറിന് എന്തോ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ മറ്റേ വണ്ടിയുടെ ഗോൾഡ് ഇങ്ങനെയല്ല ഇരിക്കണം. ഓക്കെ, കുറേയുടെ കൂടിയ ഗോൾഡാണ്. ഓക്കെ, എന്തായാലും വണ്ടി ഒന്ന് ഇത്തിരി തട്ടാണ്ട് പോകണം. എന്തായാലും ഗോൾഡൻ കാറാണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് ഷോർട്ട് കട്ട് പിടിക്കും. ഓക്കെ, ഇവിടെ നേരെ മണ്ടയ്ക്കോട്ടെ ഷോർട്ട് കട്ടാണ്. ഓക്കെ, ഡോറ് തുറക്കുന്നുണ്ട് കേട്ടോ. ഈ വണ്ടിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഡോറ് ഇങ്ങനെ നടന്ന് തുറക്കും. ഓക്കെ, നമ്മുടെ മറ്റേ ടെർസോയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, സാരമില്ല. ഓക്കെ, ഏതാണ്ട് നമ്മൾ ഏകദേശം നമ്മുടെ വീട്ടിലോട്ട് എത്തി. ഓക്കെ, ഞാൻ ഈ വഴി കയറുന്ന വെച്ചാൽ മറ്റേ വഴി കൂടെ കയറി കഴിഞ്ഞാൽ ഏവനെങ്കിലും ബോധമില്ലാതെ നമ്മുടെ വണ്ടി കൊണ്ടിരിക്കും. ഓക്കെ, ഗോൾഡൻ കാറാണ്. ഓക്കെ, പ്യുവർ ഗോൾഡൻ കാറാണ്. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാറ്, രണ്ടാമത്തെ ടെർസോ. അത് മാത്രമല്ല ഗോൾഡൻ കാറിൽ രണ്ടാമത്തെ. ഓക്കെ ഞാനിങ്ങനെ നമ്മുടെ വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒടുക്കത്തെ ലുക്കല്ലേ.
എൻ്റെ മോനെ സീന് കേട്ടോ. പൊളി സൂപ്പറായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ഈ കാറും കാര്യങ്ങളൊക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള ഗൈസ് എൻ്റെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ. അപ്പം അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നതിന് എല്ലാവർക്കും എൻ്റെ എല്ലാ ചങ്ക് പടീസുകളും ഗുഡ് ബൈ, ടേക്ക് കെയർ.